നമസ്കാരം ഭക്തജനങ്ങളെ, പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് രാമായണ മാസമായ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം ചെയ്യുന്നത് വളരെയധികം ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ടുവരുമെങ്കിലും അത് വായിക്കുന്ന രീതി, അത് വെറുതെ വായിച്ചാൽ പോരാ. അത് വായിക്കുന്നതിനുള്ള ചിട്ടാവട്ടങ്ങൾ അറിയാതെ പാലിക്കാതെയും അത് വായിക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിന് വേണ്ടത്രൊരു പ്രയോജനം ലഭിക്കുകയില്ല. പരമ്പരാഗതമായിട്ടുള്ള ഹിന്ദു യാഥാസ്ഥിതിക വിശ്വാസങ്ങൾ അനുസരിച്ചുള്ള ചില ചിട്ടാവട്ടങ്ങളുണ്ട്. ഇന്നത് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അതിനു മുന്നായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തേതായിട്ട് പറയാനുള്ളതാണ് മാംസാഹാരം കഴിക്കൽ. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും ഊഹിക്കാവുന്നതും അറിയാവുന്നതുമായിരിക്കും. മാംസം എന്നത് തമാസ്മിക്കായി കാണുന്ന ഒരു കാര്യമാണ്. ഇത് ഒരു മനുഷ്യനിൽ അലസത, കോപം, അശുദ്ധി എന്നിവ വളർത്തും. അതായത് മാംസം കഴിക്കുന്ന ഒരാൾക്ക് ഈ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കൂടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായ ഒരു കാര്യമാണ് രാമായണ പാരായണം, അല്ലെങ്കിൽ രാമായണത്തിൻ്റെ പുസ്തകം. അതിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തുന്ന രീതിയിൽ മാംസാഹാരമൊക്കെ കഴിച്ചുകൊണ്ട് ഒരിക്കലും അത് പാരായണം ചെയ്യാൻ പാടുള്ളതല്ല. സസ്യാഹാരം കഴിക്കുക. ഈ ഒരു മാസമെങ്കിലും സസ്യാഹാരം മാത്രം കഴിച്ചുകൊണ്ട് പാരായണം നടത്തുക. ഇത് ഈ മഴക്കാലത്ത് ആന്തരിക ശുദ്ധീകരണത്തിന് സഹായിക്കുമെന്നാണ് വിശ്വാസം. ഇനി അടുത്തതായി മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരിചരണ പ്രവൃത്തികൾ. അതായത് നമ്മുടെ മുടിയും നഖവും മുറിക്കുന്നത്. ഷേവിങ്, മുടിമുറിക്കൽ, നഖം വെട്ടൽ തുടങ്ങിയ പരിചരണ പ്രവൃത്തികൾ. ആത്മീയ വ്രതങ്ങൾ എടുക്കുമ്പോൾ ആവശ്യമായ ശൗചം ലംഘിക്കുമെന്ന് പരമ്പരാഗതമായി വിശ്വസിക്കുന്നു. അതിനാൽ ഇതുപോലുള്ള ആത്മീയ വ്രതങ്ങൾ എടുക്കുമ്പോൾ ഷേവിങ്, മുടിവെട്ടൽ, നഖം വെട്ടൽ തുടങ്ങിയ പ്രവൃത്തികൾ ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. കർശനമായ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തർ കർക്കിടകം പോലുള്ള വ്രതം, കർക്കിടകം അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടന വേളകൾ, ഈ സമയങ്ങളിൽ മുടിയോ നഖമോ മുറിക്കാതിരിക്കുന്നതാണ് ഉചിതം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാമായണം വായിക്കാനിരിക്കുന്ന ദിശ. നമുക്ക് കിഴക്കോ വടക്കോ അഭിമുഖമായി ഇരുന്ന് രാമായണം വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ രാമായണത്തിൻ്റെ ഗ്രന്ഥം, അതിപവിത്രമായ ഈ ഗ്രന്ഥം ഒരിക്കലും നിലത്ത് വയ്ക്കാൻ പാടുള്ളതല്ല. തറയിൽ ഈ രാമായണത്തിൻ്റെ പുസ്തകം ഒരിക്കലും തറ തൊടാൻ പാടുള്ളതല്ല. വായിക്കുമ്പോൾ എപ്പോഴും ഉയർന്നൊരു പ്രതലത്തിൽ ഈ പുസ്തകം എടുത്തു വെച്ച് വായിക്കുക. വായിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ വായിക്കുന്നതിന് മുന്നെയോ ഒരിക്കൽ പോലും പുസ്തകം തറയിൽ വയ്ക്കാൻ പാടുള്ളതല്ല. അത് വളരെയധികം ദോഷം ചെയ്യും. പിന്നെ ഈ രാമായണ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് രാമായണ പാരായണം നടത്തുമ്പോൾ വളരെ സ്പഷ്ടമായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വായിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വായിക്കുക. ഒരിക്കലും പരിഹാസഭാവത്തിലോ അല്ലെ ഒരു തമാശ രൂപേണയോ രാമായണം വായിക്കരുത്. ഇത് അറിയാത്ത കുഞ്ഞുങ്ങൾക്കും ആർക്കും വേണ്ടി പറഞ്ഞു കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ വായിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തറയോട് വളരെ അടുത്തിരുന്ന് വേണം രാമായണം വായിക്കാൻ. എന്നാൽ തറയിൽ നേരിട്ടിരിക്കാനും പാടില്ല. തറയിൽ ഒരു തുണിയോ മാറ്റോ അല്ലെങ്കിൽ ചെറിയൊരു പലക വെച്ചിട്ടാണെങ്കിലും ഇരിക്കാം. പക്ഷെ ഒരിക്കലും സോഫയിലോ അങ്ങനെ കസാലയിലോ ഇരുന്നിട്ട് രാമായണം വായിക്കരുത്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം രാമായണം വായിക്കുമ്പോൾ. അപ്പോൾ ഈ രീതിയിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തുകൊണ്ടാണ് ഇപ്പോഴും രാമായണം വായിക്കുന്നതെങ്കിൽ അത് ഇപ്പം തന്നെ നിർത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് രാമായണം വായിച്ചു തുടങ്ങുക. അപ്പം അടുത്തൊരു അധ്യായമായി കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. എല്ലാവർക്കും
രാമായണ പാരായണത്തിന്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ലഭിക്കട്ടെ.